Okay. Second one, monuments. Buildings of historical importance are called monuments. They tell us about the period in which they were built. They inform us about the social life, religious beliefs, the culture and the knowledge of science of the people of the period in which the monuments were built. Temples, forts, palaces, stubas and monasteries make the past come alive. Second one, then there are four types of inscriptions. First one, there are four types of archaeological sources: inscriptions, monuments, artifacts and coins are the four archaeological sources. Then inscriptions written records engraved on rocks, cave wall, metal pillars, etc. Monuments are the buildings of historical importance. Monuments buildings of historical importance. അതായത് ചരിത്ര പ്രാധാന്യങ്ങൾ കാണിക്കുന്ന കെട്ടിടങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? Monuments എന്ന് പറയാ. Monuments are the buildings of historical importance. അല്ലേ? Yes. They tell us about the period in which they were built. അതായത് ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളെയാണ് നമ്മൾ മോണുമെന്റ്സ് എന്ന് പറയാ. അത് എന്ത് പറയുന്നു? They tell us about the period in which they were built. അത് എപ്പോഴാണ് നിർമ്മിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. Yes. They inform us about the social life, religious beliefs, the culture and the knowledge of science and of the people, the period in which the monuments were built. അതായത് ആ സമയത്ത് ആ ബിൽഡിങ്സ് എപ്പോഴാണ് ഉണ്ടാക്കിയത്, ആരാണ് എന്ന് ഉണ്ടാക്കിയത് എന്നും ആ സമയത്തുള്ള മനുഷ്യന്റെ ജീവിതം, അതുപോലെ അവരുടെ റിലീജിയസ് ബിലീഫ്സ്, അവരുടെ മതപരമായ വിശ്വാസങ്ങൾ എങ്ങനെയാണ്, അവരുടെ നോളജ് എങ്ങനെയായിരുന്നു, അവരുടെ കൾച്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ആ ബിൽഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ടെമ്പിൾസ്, ഫോർട്സ്, പാലസസ്, സ്തൂപാസ് ആൻഡ് മൊണാസ്ട്രീസ് മേക്ക് ദ പാസ്റ്റ് കം എലൈവ്. അതായത് അന്നത്തെ കാലത്തെ അമ്പലങ്ങള്, കൊട്ടാരങ്ങള്, പിന്നെ ഫോർട്സ് കോട്ടകള്, സ്തൂപങ്ങള്, ഇതൊക്കെ എന്ത് കാണിക്കുന്നു? മേക്ക് ദ പാസ്റ്റ് കം എലൈവ്. പഴയ കാര്യങ്ങളെ വീണ്ടും ജീവിപ്പിക്കാൻ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകുന്നതാണ് എന്തൊക്കെ? അന്നത്തെ കാലത്തെ കൊട്ടാരങ്ങളും കോട്ടകളും അമ്പലങ്ങളൊക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് മോണുമെന്റ്സ് ആണ്. മോണുമെന്റ്സ് ഈസ് ദ സെക്കൻഡ് type of archaeological sources. Monuments are the buildings of historical importance. അല്ലേ? Buildings of historical importance are called monuments. These monuments tell us about the period in which they were built. These inform social life, knowledge, then religious beliefs, etc. Temples, forts, palaces, etc. are make the past come alive. Okay. മനസ്സിലായില്ലേ? Next one, artifacts. Third one, artifacts. The objects that humans made in the past. Pottery, tools, ornaments, metal objects, jewelry and weapons are called artifacts. They are found by archaeologists in the course of excavations. They give us vital clues the past. Artifacts എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാല് the object that human made in the past. അതായത് പഴയ കാലത്ത് മനുഷ്യന്മാരുണ്ടാക്കിയ മനുഷ്യനിർമ്മിതമായ വസ്തുക്കളാണ് നമ്മൾ എന്ത് പറയാ? ആർട്ടിഫാക്ട്സ് എന്ന് പറയാ. പഴയ കാലത്ത് ഉണ്ടാക്കിയ മനുഷ്യൻ നിർമ്മിച്ച സാധനങ്ങളെ നോക്കുക. അതെന്തൊക്കെയാ? പോട്ടറി, പാത്രങ്ങള്, ടൂൾസ്, ഉപകരണങ്ങള്, ഓർണമെന്റ്സ്, ആഭരണങ്ങള്, മെറ്റൽ ഒബ്ജക്ട്സ്, അതായത് അയേണും കോപ്പറൊക്കെ പോലുള്ള കൊണ്ട് ഉണ്ടാക്കിയ ഒബ്ജക്ട്സ്, ജ്വല്ലറി ആൻഡ് വെപ്പൺസ്. ദീസ് ആർ കോൾഡ് ആർട്ടിഫാക്ട്സ്. അപ്പൊ മൂന്നാമത്തെ ആർക്കിയോളജിക്കൽ സോഴ്സസ്, മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ആർക്കിയോളജിക്കൽ സോഴ്സ് ആണ് ആർട്ടിഫാക്ട്സ്. ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ദാറ്റ് ഹ്യൂമൻസ് മെയ്ഡ് ഇൻ ദ പാസ്റ്റ്. Pottery, tools, ornaments, jewelry, weapons, tools, etc. are called artifacts. They are found by archaeologists. ഇതൊക്കെ കണ്ടുപിടിച്ച ആരാണ്? ഈ പോട്ടറിയും ജുവല്ലറിയും അതുപോലെ ടൂൾസും വെപ്പൺസും ഒക്കെ സാധനങ്ങൾ ആരാ? ആർക്കിയോളജിക്സ് ആണ്, അല്ലെങ്കിൽ ചരിത്രകാരന്മാരാണ്. എങ്ങനെ? ഇൻ ദ കോഴ്സ് ഓഫ് എക്സ്കവേഷൻ, അത് കുഴിച്ചെടുത്തിട്ട് അല്ലെ, പഴയ കാലങ്ങളെ എക്സ്കവേറ്റ് ചെയ്തിട്ടാണ് അവര് പഴയ സാധനങ്ങൾ എടുത്തത്. ദേ ഗിവ് us vital clues to the past. അതായത് ഈ ആർട്ടിഫാക്ട്സിൽ നിന്ന് നമുക്ക് പഴയ കാലങ്ങളെ കുറിച്ചുള്ള ക്ലൂ കിട്ടുന്നു. എവിടുന്ന്? ഈ പോട്ടറിയും ഓർണമെന്റ്സും ജ്വല്ലറിയിൽ നിന്നൊക്കെ. മനസ്സിലായോ? അപ്പൊ മൂന്നാമത്തത് ആർട്ടിഫാക്ട്സ്. ആർട്ടിഫാക്ട്സ് ഇസ് ദ ടൈപ്പ് ഓഫ് ആർക്കിയോളജിക്കൽ സോഴ്സസ്.
The object that human made in the past are called artifacts. Then ornaments, jewelry, tools, weapons, metal objects, these are called artifacts. Then fourth, നാലാമത്തെ ആർക്കിയോളജിക്കൽ സോഴ്സ് ആണ് ഇത് കോയിൻസ്, നാണയങ്ങൾ. Coins are an extremely valuable source of information. They tell us about the beginning periods of kings, the economy of the kingdom, the extent of a king's empire, and about trade with other regions. Coins also throw light on the art and religion of earlier times. എന്താ കോയിൻസ് എന്ന് പറഞ്ഞാല് കോയിൻസ് ആർ ദ ആർക്കിയോളജിക്കൽ സോഴ്സസ് അല്ലെ. ദീസ് കോയിൻസ് ടെൽ us about the reigning periods of kings. രാജാക്കന്മാരുടെ ഭരണകാലം അല്ലെ. ഓരോ രാജാവ് ഇത്ര വർഷം തൊട്ട് ഇത്ര കാലം തൊട്ട് ഇത്ര വരെ ഭരിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെയോ ഓരോ സാമ്രാജ്യങ്ങള്, അതുപോലെ ഓരോ രാജാക്കന്മാരുടെ ഭരണം, ഇതിനെയൊക്കെ കാണിക്കുന്നതാണ് ഏത് കോയിൻസ്. കോയിൻസ്, പഴയ കാലത്തെ കോയിൻസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന രാജാക്കന്മാരെയും അവരുടെ ഭരണത്തെയും അവരുടെ ഭരണകാലത്തെയും ഒക്കെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. മനസ്സിലായോ? നമ്മൾ പറഞ്ഞത് 4 ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ്. അതിൽ ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ക്രിപ്ഷൻസ്, മോണുമെന്റ്സ്, ആർട്ടിഫാക്ട്സ് ആൻഡ് കോയിൻസ്. ഇൻസ്ക്രിപ്ഷൻസ് ആണ് റിട്ടൺ റെക്കോർഡ്സ് എൻഗ്രേവ്ഡ് ഓൺ റോക്സ്, കേവ് വാൾസ്, മെറ്റൽ പില്ലേഴ്സ്, വാൾസ് ഓഫ് ടെമ്പിൾസ് എക്സെട്ര. മോണുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ബിൽഡിങ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് അല്ലെ. ജസ്റ്റ് ഉറക്കം വരുന്നുണ്ടോ? ബിൽഡിങ്സ് ഓഫ് ഇമ്പോർട്ടൻസ് buildings of historical importance are called monuments. അതായത് ചരിത്ര പ്രാധാന്യമുള്ള ബിൽഡിങ്ങുകൾ. പിന്നെ മൂന്നാമത്തത് ആർട്ടിഫാക്ട്സ് ആണ്. ആർട്ടിഫാക്ട്സിൽ the objects that human made in the past. പഴയകാല മനുഷ്യന്മാരുണ്ടാക്കിയ സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, ആർട്ടിഫാക്ട്സ് എന്ന് പറയാം. അതായത് ജ്വല്ലറി, ടൂൾസ്, വെപ്പൺസ്, പോട്ടറി ഐറ്റംസ് എക്സെട്ര. നാലാമത്തെ ആർക്കിയോളജിക്കൽ സോഴ്സ് ആണ് ഏത്, കോയിൻസ്. കോയിൻസിൽ നിന്ന് പഴയ കാലത്തെ രാജാക്കന്മാരെയും അവരുടെ ഭരണകാലത്തെയൊക്കെ കുറിച്ച് നമുക്ക് അറിവ് കിട്ടുന്നു. മനസ്സിലായവരൊന്ന് തമ്പ് തന്നെ. ഇഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. എനി ഡൗട്ട് എനിബഡി? മനസ്സിലായെങ്കിൽ മാത്രം മനസ്സിലായി എന്ന് പറയണേ. ഓക്കെ. നെക്സ്റ്റ് വൺ, ലിറ്റററി സോഴ്സസ്. Next one, literary sources. Listen. Handwritten records of the past in the form of books are called manuscripts. These were usually written on palm leaves and the barks of birch trees. Due to their fragile nature, many manuscripts have been destroyed. Those that have survived have helped us to know more about the past. അതായത് ലിറ്റററി സോഴ്സസിലെ നമ്മൾ പറയുന്ന മാനുസ്ക്രിപ്റ്റ്സ് കേട്ടിട്ടില്ലേ? അതായത് മനുഷ്യ കൈകളാൽ റെക്കോർഡ് ചെയ്തിട്ടില്ല അല്ലെ. ഹാൻഡ് റിട്ടൺ റെക്കോർഡ്സ് ഓഫ് ദ പാസ്റ്റ്. പഴയ കാലത്തുണ്ടായിരുന്ന ഹാൻഡ് റിട്ടൺ റെക്കോർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയാം. മനസ്സിലായോ? മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാല് ഹാൻഡ് റിട്ടൺ റെക്കോർഡ്സ് ഓഫ് ദ പാസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ബുക്ക്. ബുക്കിന്റെ രൂപത്തിലുള്ള പഴയ കാലത്തിലെ ഹാൻഡ് റിട്ടൺ റെക്കോർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയാം. എന്താ മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാല്? ഹാൻഡ് റിട്ടൺ റെക്കോർഡ്സ് ഓഫ് ദ പാസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ബുക്ക്. ബുക്കിന്റെ രൂപത്തിലുള്ള എഴുത്തുകൾ, അതായത് ഭിത്തികളിലോ അമ്പലങ്ങളുടെ ഭിത്തികളിലോ ഗുഹകളുടെ ഭിത്തികളിലോ ഒന്നും എഴുതിയതല്ലാതെ ബുക്കിന്റെ രൂപത്തിലുള്ള റിട്ടൺ റെക്കോർഡ്സിനെയാണ് മാനുസ്ക്രിപ്റ്റ്സ് എന്ന് പറയാം. ദീസ് വർ യൂഷ്വലി റിട്ടൺ ഓൺ പാം ലീവ്സ്. ഇത് ഏതിൽ എഴുതിയിട്ടുണ്ടാവുക? പതിവായി പാം ലീവ്സിലാണ് എഴുതാറുള്ളത്. ആൻഡ് ദ ബാർക്സ് ഓഫ് ബിർച്ച് ട്രീസ്. ട്രീസിന്റെ ബാർക്സിൽ. അപ്പൊ ഇങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ ലിറ്റററി സോഴ്സസ് എന്ന് പറയാം. ലിറ്റററി സോഴ്സസ് എന്ന് പറഞ്ഞാൽ റിട്ടൺ റെക്കോർഡ്സ്. അതായത് ഹാൻഡ് റിട്ടൺ റെക്കോർഡ്സ് ഇൻ ദ ഫോം ഓഫ് ബുക്സ് ആർ കോൾഡ് മാനുസ്ക്രിപ്റ്റ്സ്. ദെൻ ദേ യൂഷ്വലി റിട്ടൺ ഓൺ ദ പാം ലീഫ്. പഴയ കാലത്തൊക്കെ അത് പാം ലീവ്സിലാണ് എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ. ഇനി റിട്ടൺ റെക്കോർഡ്സ് ലിറ്റററി സോഴ്സസ് 2 തരത്തിലുണ്ട്. ഒന്ന് റിലീജിയസും, 2 സെക്കുലറും. ലിറ്റററി സോഴ്സസ് ആർ 2 types,
റിലീജിയസ് സോഴ്സസ് ആൻഡ് സെക്കുലർ സോഴ്സസ്. റിലീജിയസ് സോഴ്സസ് ആൻഡ് സെക്കുലർ സോഴ്സസ്. അല്ലെങ്കിൽ നോക്ക്, ഒന്നാമത്തത് റിലീജിയസ് ലിറ്ററേച്ചർ. അപ്പൊ റിലീജിയസ് സോഴ്സ് എന്താന്ന് നോക്കാം. റിലീജിയസ് ലിറ്റററി സോഴ്സസ് എന്താന്ന് നോക്കാം. Writings which deal with religion are called religious literature. Many books are based on religious themes. The Vedas, the Ramayana and Mahabharata, the Gita and the Puranas are important source of information on ancient India. അതായത് രണ്ട് തരത്തിലുള്ള ലിറ്റററി സോഴ്സസ് ഉണ്ട്. ലിറ്റററി സോഴ്സസ് എന്താന്ന് നമ്മൾ പറഞ്ഞു, എന്താ? ഹാൻഡ് റിട്ടൺ റെക്കോർഡ്സ് അല്ലെ, ബുക്കിന്റെ രൂപത്തിലെ ഹാൻഡ് റിട്ടൺ റെക്കോർഡ്സിനെ മാനുസ്ക്രിപ്റ്റ് എന്ന് പറയും. ഈ മാനുസ്ക്രിപ്റ്റ് പോലുള്ള സംഭവത്തെയാണ് നമ്മൾ ലിറ്റററി സോഴ്സസ് എന്ന് പറയാ. ഇത് പണ്ടുള്ള കാലങ്ങളിൽ മിക്കവാറും ഉണ്ടായിരുന്നത് പാം ലീഫിലാണ് എഴുതിയിരുന്നത്. ഈ ലിറ്റററി സോഴ്സസ് രണ്ട് തരത്തിലുണ്ട്. റിലീജിയസ് ലിറ്റററി സോഴ്സും അതുപോലെ സെക്കുലർ ലിറ്റററി സോഴ്സും. റിലീജിയസ് ലിറ്റററി സോഴ്സ് എന്താന്ന് നോക്കാം. റൈറ്റിംഗ്സ് വിച്ച് ഡീൽ വിത്ത് റിലീജിയൻ, അതായത് മതങ്ങളെ കുറിച്ചുള്ള അല്ലെ, മതങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസിനെയാണ് നമ്മൾ എന്ത് പറയാ? റിലീജിയസ് ലിറ്ററേച്ചർ എന്ന് പറയാം. മെനി ബുക്സ് ആർ ബേസ്ഡ് ഓൺ റിലീജിയസ് തീംസ്. നമുക്കറിയാം പഴയ കാലത്തെ മിക്ക റിട്ടൺ റെക്കോർഡ്സ് അല്ലെങ്കിൽ മിക്ക ബുക്കുകളും മതവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. പണ്ടത്തെ കാലത്ത് നോക്ക്, പുരാണങ്ങള്, രാമായണ, മഹാഭാരത, വേദ, ഗീത, ഇതൊക്കെ എന്താണ്? റിലീജിയസുമായി ബന്ധപ്പെട്ട, ഹിന്ദു റിലീജിയനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ പഴയ കാലത്തെ മിക്ക ബുക്കുകളും റിലീജിയനുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ റിലീജിയനുമായി ബന്ധപ്പെട്ട ലിറ്റററി സോഴ്സസിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? റിലീജിയസ് ലിറ്റററി സോഴ്സസ്. എക്സാമ്പിൾ വേദാസ്, രാമായണ, മഹാഭാരത, ദ ഗീത ആൻഡ് ദ പുരാണ. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് റിലീജിയസ് ലിറ്റററി സോഴ്സസ്. കിട്ടിയോ? ഒന്നും കൂടെ പറയാം. ലിറ്റററി സോഴ്സസ് രണ്ട് തരത്തിലുണ്ട്. റിലീജിയസ് ലിറ്റററി സോഴ്സും സെക്കുലർ ലിറ്റററി സോഴ്സും. അല്ലെ റിലീജിയസ് ലിറ്റററി സോഴ്സ്, റിലീജിയസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് റിലീജിയനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് റൈറ്റിംഗ്സ് വിച്ച് ഡീൽ വിത്ത് റിലീജിയൻ ആർ കോൾഡ് റിലീജിയസ് ലിറ്ററേച്ചർ. എക്സാമ്പിൾ രാമായണ, മഹാഭാരത, ദ ഗീത, ദ വേദാസ് ആൻഡ് ദ പുരാണാസ്. മനസ്സിലായോ? ഒന്ന് തമ്പ് തന്നെ മനസ്സിലായെങ്കിൽ. ആർക്കും ഒരു ഇൻട്രസ്റ്റ് കാണുന്നില്ല. ആരോമലിന് മനസ്സിലായി? മനസ്സിലായില്ല? എന്തോ ഡൗട്ട്? ഓക്കെ, എന്താ മോനെ ആരോമലെ? ആരോമൽ ക്ലാസ് പകുതിക്ക് കട്ടായി പോയായിരുന്നു, എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല. എവിടെ തൊട്ടാ മനസ്സിലാവാത്തെ? മിസ് എവിടേക്കായിരുന്നു? ഇതില്ലേ ആർട്ടിക്കോളജിക്കൽ സോഴ്സസ്, അവിടുന്ന് കട്ടായി. അത് മിസ് പറഞ്ഞുതരാം. റിപ്പീറ്റ് ചെയ്യൂ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റത്തെ സെക്കുലർ ലിറ്ററേച്ചറും കൂടെ പറഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്യാം. ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞത് രണ്ട് തരത്തിലുള്ള ലിറ്റററി സോഴ്സസ് ആണ്. ഒന്ന് ഏതായിരുന്നു? റിലീജിയസ് ലിറ്റററി സോഴ്സസും. രണ്ടാമത്തത് സെക്കുലർ ലിറ്ററേച്ചറും അല്ലെങ്കിൽ റിലീജിയസ് ലിറ്ററേച്ചറും സെക്കുലർ ലിറ്ററേച്ചറും. അപ്പൊ റിലീജിയസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും റിലീജിയനുമായി ബന്ധപ്പെട്ടതാണ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഏതൊക്കെ പറഞ്ഞത്? മഹാഭാരത, രാമായണ, ഹിന്ദു, പുരാണാസ്, വേദാസ് എക്സെട്ര. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സെക്കുലർ ലിറ്ററേച്ചർ ആണ്. സെക്കുലർ ലിറ്ററേച്ചർ എന്താ? സെക്കുലർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാല് നോക്ക്, റൈറ്റിംഗ്സ് വിച്ച് ആർ നോട്ട് റിലീജിയസ് ആർ കോൾഡ് സെക്കുലർ. അതായത് റിലീജിയസ് ആയി ബന്ധപ്പെട്ടതല്ലാത്തത്, റിലീജിയനുമായി ബന്ധപ്പെട്ടിട്ടില്ലാത്ത റൈറ്റിംഗ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? സെക്കുലർ ലിറ്ററേച്ചർ എന്ന് പറയാം. ദീസ് ഇൻക്ലൂഡ് സ്റ്റോറീസ്, പോയംസ്, പ്ലേസ്, ബയോഗ്രഫീസ് ഓഫ് കിങ്സ്, അക്കൗണ്ട്സ് ഓഫ് ഫോറിൻ ട്രാവലേഴ്സ് ആൻഡ് ബുക്സ് ഓൺ പൊളിറ്റിക്സ് ആൻഡ് സയൻസ്. അതായത് റിലീജിയനുമായി ബന്ധമില്ലാത്ത റൈറ്റിംഗ്സിനെ നമ്മൾ സെക്കുലർ ലിറ്ററേച്ചർ എന്ന് പറയും. അതെന്തൊക്കെയാ? കഥകളാവാം, പോയംസ് പദ്യങ്ങളാവാം, പ്ലേസ് നാടകങ്ങളാവാം, ബയോഗ്രഫീസ് ഓഫ് കിങ്സ് രാജാക്കന്മാരുടെ ബയോഗ്രഫി ആവാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ട്രാവലേഴ്സിന്റെ, ഫോറിൻ ട്രാവലേഴ്സിനെ കുറിച്ചുള്ള വിവരണമാവാം. ഇതൊക്കെ ഏതിൽ പെടും? സെക്കുലർ ലിറ്ററേച്ചറിൽ പെടും അല്ലെ. കഥകളോ അല്ലെങ്കിൽ കവിതകളോ അല്ലെങ്കിൽ ബയോഗ്രഫീസോ ഒക്കെ മതവുമായി ബന്ധപ്പെട്ടാണ് വരിക.
ഒരിക്കലും അല്ല അല്ലെ. അതെപ്പോഴും ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ കുറിച്ചായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, സെക്കുലർ ലിറ്ററേച്ചർ എന്ന് പറയാം. നോക്ക്, അർത്ഥശാസ്ത്ര ബൈ കൗടില്യ. ദ അർത്ഥശാസ്ത്ര ബൈ കൗടില്യ. ഇത് Indica by Megasthenes. The plays and poems of Kalidasa. The accounts of Fahin and Hyun Sang. The Ardhashastra by Kaudilya. Indica by Megasthenes. The plays and poems of Kalidasa. The accounts of Fahin and Huyan Sang. And the Sangam literature are examples of secular literature written during ancient period. So secular literature ne example edakya? Ardhashastra written by Kaudilya. Kaudilyന്റെ അർദ്ധശാസ്ത്രം, അതുപോലെ മെഗസ്തനീസിന്റെ ഇൻഡിക്ക, അതുപോലെ കാളിദാസന്റെ പ്ലേസ് ആൻഡ് പോയംസ്, പിന്നെയോ ഹുയാൻ സാങ്ങിന്റെ അക്കൗണ്ട്സ്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സെക്കുലർ ലിറ്ററേച്ചർ. മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞത് ഡിഫറൻസ് ബിറ്റ്വീൻ സെക്കുലർ ലിറ്ററേച്ചർ ആൻഡ് റിലീജിയസ് ലിറ്ററേച്ചർ ആണ്. റിലീജിയസ് ലിറ്ററേച്ചർ ആർ ദ റൈറ്റിംഗ്സ് വിച്ച് ഡീൽ വിത്ത് റിലീജിയനുമായി ബന്ധപ്പെട്ട റൈറ്റിംഗ്സിനെയാണ് നമ്മൾ റിലീജിയസ് ലിറ്ററേച്ചർ എന്ന് പറയാ. എക്സാമ്പിള് ദ വേദാസ്, ദ ഗീത, ദ രാമായണ, ദ മഹാഭാരത എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് റിലീജിയസ് ലിറ്ററേച്ചർ. നെക്സ്റ്റ് വൺ സെക്കുലർ ലിറ്ററേച്ചർ. സെക്കുലർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാല് റൈറ്റിംഗ്സ് വിച്ച് ആർ നോട്ട് റിലീജിയസ്, അതായത് റിലീജിയനുമായി ബന്ധപ്പെടാത്ത എഴുത്തുകൾ. അതാണ് നമ്മൾ പറഞ്ഞത് കൗടില്യന്റെ അർദ്ധശാസ്ത്രം, പിന്നെ മെഗസ്തനീസിന്റെ ഇൻഡിക്ക, പിന്നെ പ്ലേസ് ആൻഡ് പോയംസ് ഓഫ് കാളിദാസ, അക്കൗണ്ട്സ് ഓഫ് ഫാഹിൻ ആൻഡ് ഹുയാൻ സാങ്, ദെൻ സംഗം ലിറ്ററേച്ചർ. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സെക്കുലർ ലിറ്ററേച്ചർ. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ അതില് നമ്മുടെ ആരോമല് പറഞ്ഞു, ആരോമലെ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് എടുത്തത് ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ്. ആർക്കിയോളജിക്കൽ സോഴ്സസ് നമ്മൾ 4 തരത്തിലുള്ളതുണ്ട് എന്ന് പറഞ്ഞു. വിച്ച് ആർ ദ 4 ടൈപ്സ് ഓഫ് ആർക്കിയോളജിക്കൽ സോഴ്സസ്? ഏതൊക്കെയാ? ഇൻസ്ക്രിപ്ഷൻസ്, മോണുമെന്റ്സ്, ആർട്ടിഫാക്ട്സ് ആൻഡ് കോയിൻസ്. ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞാൽ റിട്ടൺ റെക്കോർഡ്സ്, അതായത് അമ്പലങ്ങളുടെ ഭിത്തികളിലോ പിന്നെ ഗുഹകളുടെ ഭിത്തികളിലോ അല്ലെങ്കിൽ വാൾ ഓഫ് ടെമ്പിൾസിലോ അല്ലെങ്കിൽ പാലസിലോ അങ്ങനെയൊക്കെ ഭിത്തികളിലോ അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള റിട്ടൺ റെക്കോർഡ്സിനെയാണ് നമ്മൾ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയാം. രണ്ടാമത്തത് മോണുമെന്റ്സ് ആണ്. മോണുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, അതായത് ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ, ചരിത്ര പ്രാധാന്യമുള്ള ബിൽഡിങ്ങിനെയാണ് നമ്മൾ എന്താ പറയാ, മോണുമെന്റ്സ് എന്ന് പറയാം. ഈ മോണുമെന്റ്സിൽ നിന്ന് നമുക്ക് അന്നത്തെ കാലത്തെ വിദ്യാഭ്യാസം, അന്നത്തെ കാലത്തെ മതപരമായ ആചാരങ്ങൾ, കൾച്ചർ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മൂന്നാമത്തത് ആർട്ടിഫാക്ട്സ് ആണ്. ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാല് ഒബ്ജക്ട്സ് ദാറ്റ് ഹ്യൂമൻ മെയ്ഡ് ഇൻ ദ പാസ്റ്റ്, അത് പഴയകാല മനുഷ്യന്മാരുണ്ടാക്കിയ ഒബ്ജക്ട്സ്, സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, ആർട്ടിഫാക്ട്സ് എന്ന് പറയാം. പഴയ കാലത്തെ മനുഷ്യന്മാരുണ്ടാക്കിയ സാധനങ്ങൾ അതെന്തൊക്കെയാവാം? പോട്ടറി, ടൂൾസ്, വെപ്പൺസ്, ജ്വല്ലറി, പിന്നെ ഓർണമെന്റ്സ്. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ആർട്ടിഫാക്ട്സ്, മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ. പിന്നെ നാലാമത്തത് കോയിൻസ്. ദീസ് ആർ ആർക്കിയോളജിക്കൽ സോഴ്സസ്. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള ആർക്കിയോളജിക്കൽ സോഴ്സസ് ഉണ്ട്. അതിൽ നമ്മൾ പിന്നെ പറഞ്ഞത് ലിറ്റററി സോഴ്സസ് ആണ്. ലിറ്റററി സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് റിട്ടൺ റെക്കോർഡ്സ് ഇൻ ദ ഫോം ഓഫ് ബുക്സ്, ദാറ്റ് ഈസ് നോൺ ആസ് മാനുസ്ക്രിപ്റ്റ്സ്. അതായത് കൈകൊണ്ട് എഴുതി വെച്ചിട്ടുള്ള സംഭവങ്ങൾ, അതായത് ബുക്കിന്റെ രൂപത്തിൽ കൈകൊണ്ട് എഴുതിയിട്ടുള്ള പിന്നെ റെക്കോർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ലിറ്റററി സോഴ്സസ് എന്ന് പറയാ. 2 തരത്തിലുള്ള ലിറ്റററി സോഴ്സസ് ഉണ്ട്. ഒന്ന് റിലീജിയസ് ലിറ്ററേച്ചറും 2 സെക്കുലർ ലിറ്ററേച്ചറും. റിലീജിയസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് മതവുമായി ബന്ധപ്പെട്ട ലിറ്ററേച്ചർ ആണ്. അതായത് അതിനാണ് എക്സാമ്പിൾ എന്ത്? രാമായണ, മഹാഭാരത, വേദാസ്, ഗീത, പുരാണാസ്. ഇതൊക്കെ ഏത് മതവുമായി ബന്ധപ്പെടുന്നു? ഹിന്ദുക്കളുടെ ഹിന്ദു മതവുമായി ബന്ധപ്പെടുന്നു അല്ലെ, ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? റിലീജിയസ് ലിറ്ററേച്ചറിന് എക്സാമ്പിൾ ആണ്. ഇനി രണ്ടാമത്തത് സെക്കുലർ ലിറ്ററേച്ചർ ആണ്. സെക്കുലർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാല് മതവുമായി ബന്ധമില്ലാത്ത റൈറ്റിംഗ്സ് വിച്ച് ആർ നോട്ട് റിലീജിയസ്. മനസ്സിലായോ? മതങ്ങളെ കുറിച്ചല്ലാത്ത റൈറ്റിംഗ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, സെക്കുലർ ലിറ്ററേച്ചർ എന്ന് പറയാം. അതാണ് നമ്മൾ പറഞ്ഞതൊക്കെ. അർദ്ധശാസ്ത്ര ബൈ കൗടില്യ, കൗടില്യന്റെ അർദ്ധശാസ്ത്രം.
ഇൻഡിക്ക ബൈ മെഗസ്തനീസ്, മെഗസ്തനീസിന് ഇൻഡിക്ക. പിന്നെ പോയംസ് ആൻഡ് പ്ലേസ് ഓഫ് കാളിദാസ. പിന്നെ ഹുയാൻസാങ്ങിന്റെ അക്കൗണ്ട്സ് അല്ല, അക്കൗണ്ട്സ് ഓഫ് ഫാ ഹീൻ ആൻഡ് ഹുയാൻസാങ്. സംഘം ലിറ്ററേച്ചർ. ദീസ് ആർ ദ എക്സാമ്പിൾ ഓഫ് സെക്യുലർ ലിറ്ററേച്ചർ. മനസ്സിലായോ? മനസ്സിലായി. ഒന്ന് വായിച്ചു നോക്കിയ മക്കളെ ഇന്നത്തെ. Justice have finished. Okay. അപ്പോൾ ടിക് ദ കറക്റ്റ് ആൻസറിന്റെ ആൻസർ കണ്ടുപിടിച്ചോ. ജസ്റ്റിസേ കണ്ണു മിഴിക്കണ്ട, കണ്ടുപിടിച്ചോ. ഹരിനന്ദേ വായിച്ചു കഴിഞ്ഞെങ്കിൽ ടിക് ദ കറക്റ്റ് ആൻസർ. എക്സസൈസ് എ ചെയ്തോ മോനെ.
Okay, I think you have read now. Then first one, tick the correct answer. അതിലെ ഫസ്റ്റ് നോക്ക്, ഒന്നാമത്തത് ഹിസ്റ്ററി ഈസ് ജനറലി ഡിവൈഡഡ് ഇൻടു ഡാഷ് ടൈം പീരീഡ്സ്. ഹിസ്റ്ററിനെ എത്ര തരത്തിലുള്ള ടൈം പീരീഡ്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഹിസ്റ്ററി ഈസ് ഡിവൈഡ് ഇൻടു 3 ടൈം പീരീഡ്സ്. വിച്ച് ആർ ദേ? പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്ററി അല്ലേ? യെസ്. ഹിസ്റ്ററി ഈസ് ജനറലി ഡിവൈഡ് ഇൻടു 3 ടൈം പീരീഡ്സ്. 3. രണ്ടാമത്തത് ഫിസിക്കൽ റിമൈൻസ് ലൈക്ക് ഡാഷ് ആൻഡ് ജ്വല്ലറി ഹെൽപ്പ് ആർക്കിയോളജിക്കൽ ടു നോ അബൌട്ട് ദ പാസ്റ്റ്. അതായത് ഫിസിക്കൽ റിമൈൻസ്, ശാരീരികമായി റിമൈൻ ആയി നിൽക്കുന്നത് എന്തൊക്കെയാ? ഏതൊക്കെയത്? ഡാഷ് ആൻഡ് ജ്വല്ലറി. ജ്വല്ലറിയും പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ നമ്മൾ ആർക്കിയോളജിസ്റ്റിനെ സഹായിക്കുന്നുണ്ട് പാസ്റ്റിനെ കുറിച്ച് പഠിക്കാൻ. എന്തൊക്കെയാ? ഏതൊക്കെയാ? ഫിസിക്കൽ റിമൈൻസ് ലൈക്ക് ഏതൊക്കെയാ? ജ്വല്ലറി, പോട്ട്സ്, ബോൺസ് എക്സെട്ര അല്ലേ? അപ്പൊ ആൻസർ ഏതാ? ഡി, ബോത്ത് ബി ആൻഡ് സി. അതായത് ഫിസിക്കൽ റിമൈൻസ് ലൈക്ക് പോട്ട്സ്, ബോൺസ് ആൻഡ് ജ്വല്ലറി. പോട്ട്സ്, ബോൺസ് ആൻഡ് ജ്വല്ലറി ആണ്. അപ്പൊ അതില് സെക്കൻഡ് വൺ ഡി, ബോത്ത് ബി ആൻഡ് സി. ബോത്ത് ബി ആൻഡ് സി. ഓക്കെ, ബി ആൻഡ് സി. Then third one, the Indus Valley civilization is an example of dash. Indus Valley civilization is an example of dash. Prehistory, proto-history, continuous story, history. Indus Valley civilization is an example of proto-history. Proto-history. Indus Valley civilization is an example of proto-history. Then fourth one, dates in history are expressed in 2 terms. Dates in history are expressed in 2 terms. dates, history dates രണ്ടെണ്ണം ഇല്ലേ? ഏതൊക്കെയാ? ഓപ്ഷൻ BCE and CE, BCT and ACT, PCE and BDE, DCE and BCE. Yes, A. BCE and CE. Option A. PCE. BCE എന്താ? എന്താ? CE എന്താ? BCE. BCE before common era, CE common era അല്ലേ? Okay. Then fifth one, the dash act as a natural barrier between India and Central Asia. ഇന്ത്യയെയും സെൻട്രൽ ഏഷ്യയ്ക്കും ഇടയിലുള്ള നാച്ചുറൽ ബാരിയർ ഏതാ? യെസ്, വിന്ധ്യ റേഞ്ച്, സത്പുര റേഞ്ച്, ഹിമാലയ, ആരവല്ലി. ഓപ്ഷൻ 3 ഹിമാലയാസ്. ഓപ്ഷൻ 3 ഹിമാലയാസ്. അപ്പൊ മക്കൾ ഒരു കാര്യം ചെയ്യാം, ബാക്കിയുള്ളതിന്റെ ആൻസർ, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ 6th 7th 8th അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ടിക്ക് ദ കറക്റ്റ് ആൻസറോടൊപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ആൻസർ കണ്ടുപിടിച്ച് ഒരു 10 മിനിറ്റിന് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, 10 മിനിറ്റിനുള്ളിൽ ആൻസർ കണ്ടെത്തുക, ജോയിൻ ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സി യു.